ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡിസസ് നമുക്ക് പരിശോധിക്കാം. ഇന്നലെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിയ ശേഷം നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. അപ്പം യൂറോപ്യൻ മാർക്കറ്റ്സ് ആൻഡ് US മാർക്കറ്റ്സ്, ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ ട്രേഡ് ചെയ്യുന്ന പോസിറ്റീവാണ്. ആൻഡ് S&P 500ൻ്റെ ക്ലോസിംഗ്, നാസ്ഡാക്ക് ക്ലോസിംഗ് അത്യാവശ്യം പോസിറ്റീവായിരുന്നു. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ്ലി പോവുകയാണെന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഓക്കെ, ക്ലോസിംഗ് ഒക്കെ അത്യാവശ്യം ഗുഡായിരുന്നു എല്ലാത്തിൻ്റെയും. ബട്ട് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി, ഏഷ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ഡൗൺ ആണ്. മോസ്റ്റ്ലി 70 പോയിന്റ്സ് ഡൗൺ ആണ്. മേ ബി ഒരു 100 പോയിന്റ്സിലേക്ക് വരാം. പോസിറ്റീവ് ആയിരുന്നു, ഇപ്പം ഡൗൺ സൈഡ് നിൽക്കുകയാണ്. സോ മേ ബി നമുക്കൊരു നെഗറ്റീവ് ടു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കാം നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ടൈമുണ്ട്, മേ ബി ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ്, ഹാങ്സങ്, തായ്വാൻ വെയിറ്റഡ് എല്ലാം പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. സോ ദർ ഇസ് എ പ്രോബിലിറ്റി അവർ മാർക്കറ്റ് വിൽ റീഗെയിൻ സ്ട്രെങ്ത്. ഓക്കെ, ആൻഡ് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യകതയാണ്. നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഡൗൺ സൈഡ് വരുന്നു, ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തുന്നു, ആൻഡ് മാർക്കറ്റ് ഇന്നലെ വെൻറ്റ് അപ്പ്. മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോകാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയെന്നാണ് നമുക്ക് ഇന്നലത്തെ ക്യാൻഡിൽ നമുക്ക് നൽകുന്ന സൂചന. ഇപ്പോൾ അതിൻ്റെ 1 hour ചാർട്ട് എടുക്കുകയാണ്. ഇപ്പോൾ 1 hour ചാർട്ടിൽ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് എന്ന്. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താലേ നമ്മൾ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത്. സോ ഓക്കെ, 1 hour നമ്മൾ ആ കൺസോൾട്ടേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 24,600 എന്നുള്ള ഏരിയ ആണ്. ഒരു 15 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് ആ ഒരു കൺസോൾട്ടേഷൻ്റെ എബോവ് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ മേ ബി നമുക്ക് ജസ്റ്റ് ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് അപ്പ് സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് മാർക്കറ്റിന് മേ ബി ഇന്ന് വീണ്ടും ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഈ ഒരു ഇത്രയും പെർസെൻറ്റ്, ഈ ഒരു 23,784 1 to 2% ഡൗൺ സൈഡിനുള്ള പ്രോബിലിറ്റി ഞാനും കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഏരിയയിൽ മാർക്ക് ചെയ്തിടുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ പോലും ഈ ഏരിയ 24,000 മേ ബി ഒരു ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി നമുക്കവിടെ കാണാം. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് ചാർട്ടിൽ സിമ്പിളായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ വലിയ എന്താ പറയുക അനാലിസിസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ മാർക്കറ്റ് ഈ ഏരിയാസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടെന്നാണ്. ഡൗൺ സൈഡ് വന്നാലും ഈ 24,000 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ യെസ്, അത് മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് ഞാൻ കരുതും. ഓക്കെ, അപ്പം ഇന്നലെ കുറച്ച് നല്ല സ്റ്റോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വോക്ക് ഹാർഡ് നല്ലൊരു കൺസോൾട്ടേഷനൊക്കെ ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട്, വോക്ക് ഹാർഡ് ഫാമ. അപ്പം കണ്ടിന്യൂസ്ലി ഇതൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുക. ആൻഡ് വേറെ സ്റ്റോക്ക് നമ്മൾ ഇങ്ങനെ കുറേ സ്റ്റോക്സ് നമ്മളിങ്ങനെ വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നലെ എനിക്ക് HBL എഞ്ചിനീയറിംഗ് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഞാനത് ക്യാച്ച് ചെയ്തിരുന്നു. ആൻഡ് സ്കൈ ഗോൾഡിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ദിവസമായിരുന്നു ഇന്നലെ. ഓക്കെ, സോ ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ നല്ല കമ്പനികളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ, എഡ്യൂക്കേഷണൽ കണ്ടന്റും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക്സ് ഒക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റും ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.